ഹലോ എവ്രി വൺ, K-TET പ്രിപ്പറേഷന് വേണ്ടിയുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതും അതിലെ ഓപ്ഷൻസും വെച്ചിട്ട് അടുത്ത ടെറ്റ് എക്സാം നമുക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ. ദ പയനിയർ ഓഫ് പ്രിൻറ്റിംഗ്. Here the options are Cooper, Collins, Caxton and Carlyle. Here the right option is William Caxton. William Caxton ആണ് 1476 ഇംഗ്ലണ്ടിൽ ഒരു പ്രിൻറ്റിംഗ് പ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ഇയർ 1476 ആണ് വില്യം കാക്സ്റ്റൺ ഇൻട്രൊഡ്യൂസ്ഡ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻ ഇംഗ്ലണ്ട്. ഈ ഓപ്ഷൻസിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വൺ ആണ് കാർലൈൽ എന്നുള്ളത്. കാർലൈൽ വാസ് എ സ്കോട്ടിഷ് ഹിസ്റ്റോറിയൻ ആൻഡ് എസ്സേയിസ്റ്റ്. His famous works include The French Revolution, On Heroes, Hero Worship and the Heroic in History. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഓതർ ആരാണെന്നുള്ളത്. സോ ദാറ്റ് ഇസ് ഓൺ ഹീറോസ്, ഹീറോ വർഷിപ്പ് ആൻഡ് ദ ഹീറോയിക് ഇൻ ഹിസ്റ്ററി എന്ന വർക്കിൻ്റെയൊക്കെ ഓതറായിട്ട് വരുന്നത് കാർലൈൽ ആണ്. Now the next question. The Anglo-Saxon Chronicle was instituted by. അപ്പോൾ ഈ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ആനൽസ് ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ക്രോണിക്ലിംഗ് ദി ഹിസ്റ്ററി ഓഫ് ദി ആംഗ്ലോ സാക്സൺസ് ആൻഡ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കിങ് ആൽഫ്രഡ്. അതുപോലെ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് ഫ്രം റോമൻസ് ടു നോർമൻ കോൺക്വസ്റ്റ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ദി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ. അതുപോലെ തന്നെ എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ എന്നൊരു വർക്കും കൂടിയുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് റിട്ടൺ ബൈ ഓപ്ഷൻ എ ബീഡ് ആണ്. എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ ഇസ് റിട്ടൺ ബൈ ബീഡ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ദി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ വിച്ച് വാസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കിങ് ആൽഫ്രഡ്. Now the next one, the poet who referred to some mute inglorious Milton. ഇവിടെ ഞാനൊരു ലൈൻസ് വായിക്കാം. Some village Hampden that with dauntless breast the little tyrant of his fields withstood. Some mute inglorious Milton here may rest. Some Cromwell guiltless of his country's blood. അപ്പോൾ നമുക്ക് വില്ലേജ് ഹാംപ്ടൺ വന്നു, ഇൻഗ്ലോറിയസ് മിൽട്ടൺ വന്നു, ക്രോംവെൽ വന്നു. ഇതെല്ലാം വരുന്നത് എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് ബൈ തോമസ് ഗ്രേ. സോ ഗ്രേസ് എലജിയിലാണ് ഈ മൂന്ന് പേരെ കുറിച്ചും റെഫറൻസ് വരുന്നത്. അപ്പോൾ ഏത് ചോദിച്ചാലും ആൻസർ വിൽ ബി തോമസ് ഗ്രേ ആൻഡ് ഹിസ് എലജി. അതുപോലെ ഈ എലജിയിൽ വരുന്ന ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ദി പാത്സ് ഓഫ് ഗ്ലോറി ലീഡ് ബട്ട് ടു ദി ഗ്രേവ്. എൽ ജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് ആണല്ലോ. സോ അത് വെച്ചിട്ട് നമുക്കിതൊക്കെ ഓർത്തിരിക്കാം. ദി പാത്സ് ഓഫ് ഗ്ലോറി ലീഡ് ബട്ട് ടു ദി ഗ്രേവ്. ഫുൾ മെനി എ ജം ഓഫ് പ്യുവറസ്റ്റ് റേ സെറീൻ ദി ഡാർക്ക് അൺഫെയ്തംഡ് കേവ്സ് ഓഫ് ദി ഓഷ്യൻ ബെയർ. Full many a flower is born to blush unseen and waste its sweetness on the desert air. Far from the madding crowd's ignoble strife. ഇത് തോമസ് ഗ്രേയുടെ എലജിയിൽ വരുന്ന മറ്റൊരു ലൈനാണ്. അപ്പോൾ ഈ ഫാർ ഫ്രം ദി മാഡിങ് ക്രൗഡ് എന്നുള്ളത് മറ്റൊരു ഓതർ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ ടൈറ്റിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഗ്രേസ് എലജിയാണ്. ആ ഓതർ ആരുടെയാണ് ഫാർ ഫ്രം ദി മാഡിങ് ക്രൗഡ്? ദാറ്റ് ഇസ് എ നോവൽ ബൈ തോമസ് ഹാർഡി. സോ ഗ്രേസ് എലജിയും അതിലെ ലൈൻസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ദ നെക്സ്റ്റ് വൺ, ദ വിന്നർ ഓഫ് ദി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2020. ഹിയർ ദി ഓപ്ഷൻ, റൈറ്റ് ഓപ്ഷൻ ഇസ് ലൂയി ഗ്ലക്ക്. പക്ഷേ ഇപ്രാവശ്യം ചോദിക്കാൻ പോകുന്നത് ദ വിന്നർ ഓഫ് ദി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2021 ആയിരിക്കും. സോ ദി ആൻസർ വിൽ ബി അബ്ദുൽ റസാഖ് ഗുർന. ഈ അബ്ദുൽ റസാഖ് ഗുർന ബിലോങ്സ് ടു ടാൻസാനിയ. ഹീസ് എ ടാൻസാനിയൻ റൈറ്റർ എന്നുകൂടി ഓർത്തിരിക്കുക. Now the next question, who is considered the poet's poet? Here the options are Chaucer, Spenser, Dryden, Milton. So നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. Poet's poet is Spenser and he is called the poet's poet by Charles Lamb. Charles Lamb ആണ് അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേയിൽ സ്പെൻസറിനെ poet's poet എന്ന് വിളിച്ചത്. അതുപോലെ ഇവിടെയുള്ള ഓരോ ഓപ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ചോസർ നമുക്കറിയാം, ഹീസ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ആണ്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ചോസർ ആണ്. എന്നാൽ പോയറ്റ്സ് പോയറ്റ് എന്നറിയപ്പെടുന്നത് സ്പെൻസർ ആണ്. ഇനി ഡ്രൈഡൻ ഇസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. ഡ്രൈഡൻ ഇസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. മിൽട്ടൺ എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് മാസ്റ്റർ ഓഫ് വേഴ്സ് ആണ്. മിൽട്ടൺ ഇസ് ദി ഗ്രേറ്റ് മാസ്റ്റർ ഓഫ് വേഴ്സ്. മിൽട്ടൺ ബിക്കെയിം കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ഇൻ 1652. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയൊരു വർക്കാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ളത്.
He advocated the execution of Charles I and supported Oliver Cromwell. ഇതൊക്കെ ജോൺ മിൽട്ടൻ്റെ പ്രത്യേകതകളാണ്. Now the next question. The Abbey Theatre is associated with. Abbey Theatre is founded by W.B. Yeats along with Lady Gregory, Edward Martin and J.M. Synge. It was founded in the year 1904. So W.B. Yeats, Lady Gregory, എഡ്വാർഡ് മാർട്ടിൻ ആൻഡ് J.M. സിഞ്ച് എന്നൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുക ദാറ്റ് ഈസ് ഇൻ ദി കൺട്രി അയർലൻഡ്. So Abbey Theatre is associated with Ireland and it was founded in the year 1904 mainly by W.B. Yeats along with Lady Gregory, Edward Martin and J.M. Synge. It is located in Dublin and now it is the National Theatre of Ireland. Next question. The Reformation was led by. Here the right option is Martin Luther. Martin Luther led the Reformation. John Calvin ഒക്കെ ഇതുപോലെ Reformation leaders ആണ്. മോർണിംഗ് സ്റ്റാർ ഓഫ് ദി Reformation എന്നറിയപ്പെടുന്നത് ജോൺ വൈക്ലിഫ്. Now next question. Aristotle's definition, an imitation of an action that's serious, complete and of a certain magnitude refers to. Aristotle's definition, an imitation of an action that is serious, complete and of a certain magnitude refers to epic, tragedy, burlesque, tragicomedy. So Aristotle in his famous work Poetics defines tragedy in this manner. It is an imitation of an action that is serious, complete and of a certain magnitude എന്ന് അദ്ദേഹം പറഞ്ഞത് ട്രാജഡിയെ കുറിച്ചിട്ടാണ്. സോ ഇറ്റ് ഈസ് ഫ്രം പോയറ്റിക്സ്. അദ്ദേഹം 6 elements ഓഫ് ട്രാജഡി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, മ്യൂസിക് ആൻഡ് സ്പെക്ടക്കിൾ. ഇതൊക്കെയാണ് 6 elements ഓഫ് ട്രാജഡി. അതുപോലെ അദ്ദേഹം 3 key elements ഓഫ് എ ട്രാജിക് പ്ലോട്ട് കൂടെ പറയുന്നുണ്ട്. 3 key elements ഓഫ് എ ട്രാജിക് പ്ലോട്ട് ആർ ഹമേർഷ്യ, ദാറ്റ് ഈസ് ദി ട്രാജിക് ഫ്ലോ ഓഫ് ദി ക്യാരക്ടർ. ഹമേർഷ്യ, tragic flow of the character. Anagnosis, that is the discovery from ignorance to knowledge. So the realization from ignorance to knowledge നെയാണ് അനഗ്നോറിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് എലമെൻ്റ് ആണ് പെരിപ്പെറ്റീയ. ഈ പെരിപ്പെറ്റീയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് ഫ്രം ഗുഡ് ടു ബാഡ് ഫോർച്യൂൺ. അപ്പോൾ ഒരു ട്രാജഡിയിൽ ലാസ്റ്റ് ബാഡ് ഫോർച്യൂൺ ആണ് ഉണ്ടാവുക. ആ ഒരു ഷിഫ്റ്റിനെയാണ് ഷിഫ്റ്റ് ഫ്രം ഗുഡ് ടു ബാഡ് ഫോർച്യൂണിനെയാണ് പെരിപ്പെറ്റീയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ 3 key elements ഓഫ് എ ട്രാജിക് പ്ലോട്ട് ആർ ഹമേർഷ്യ, അനഗ്നോറിസിസ് ആൻഡ് പെരിപ്പെറ്റീയ അക്കോർഡിംഗ് ടു പോയറ്റിക്സ് ഓഫ് അരിസ്റ്റോട്ടിൽ. Question 99. If winter comes, can spring be far behind? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈനാണ്. If winter comes, can spring be far behind? This is a line from a poem by. So ഈ ലൈൻ വരുന്നത് Ode to the West Wind by Percy Bysshe Shelley ആണ്. So the first option will be the right answer. Ode to the West Wind is a famous work by Percy Bysshe Shelley and if winter comes, can spring be far behind is a very famous line taken from the poem. Shelley lived from 1792 to 1822. അദ്ദേഹം ഡ്രൗൺ ചെയ്തുകൊണ്ടാണ് മരിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു ഫേമസ് വർക്ക്സ് ആണ് ഒസിമാൻഡിയാസ്. ഒസിമാൻഡിയാസ് എന്ന വർക്കിലാണ് ഐ ആം ദ കിങ് ഓഫ് കിങ്സ് എന്ന ലൈനൊക്കെ വരുന്നത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ടു എ സ്കൈലാർ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1820 ആൻഡ് ദാറ്റ് ബിഗിൻസ് വിത്ത് ഹെയിൽ ടു ദീ ബ്ലീതേ സ്പിരിറ്റ്. ഷെല്ലിയുടെയും കീറ്റ്സിൻ്റെയും ഒക്കെ ലൈൻസ് പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. ജോൺ കീറ്റ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള ചില ലൈൻസും ചോദിക്കാറുണ്ട്. എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ ഇസ് ടേക്കൺ ഫ്രം ജോൺ കീറ്റ്സ് എൻഡിമിയൻ. അതുപോലെ ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി ഈസ് ടേക്കൺ ഫ്രം ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ ബൈ ജോൺ കീറ്റ്സ്. ഇതൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Now the next question. The poem O Captain, My Captain is addressed to. O Captain, My Captain is an extended metaphor poem by Walt Whitman published in the year 1865 about the death of the then President of the US, Abraham Lincoln. So here the right option is option A, Abraham Lincoln. അദ്ദേഹത്തിൻ്റെ വധത്തിന് ശേഷം 1865 വോൾട്ട് വിറ്റ്മാൻ എഴുതിയ പോവമാണ് O Captain, My Captain and it's an extended metaphor poem. അബ്രഹാം ലിങ്കണിൻ്റെ ഡെത്തിന് ശേഷം അദ്ദേഹം മറ്റൊരു പോം കൂടി എഴുതിയിട്ടുണ്ട് വെൻ ലൈലാക്സ് ലാസ്റ്റ് ഇൻ ദി ഡോർയാർഡ് ബ്ലൂംഡ്.
When Lilacs Last in the Dooryard Bloomed is another work by Walt Whitman after the death of Abraham Lincoln. അദ്ദേഹത്തിൻ്റെ മറ്റു ഫേമസ് വർക്ക്സ് ആണ് Song of Myself, I Hear America Singing, Out of the Cradle Endlessly Rocking ഇവയൊക്കെ. Walt Whitman is often regarded as the father of free verse. സോ വോൾട്ട് വിറ്റ്മാൻ എഴുതിയിട്ടുള്ള എബ്രഹാം ലിങ്കണെ കുറിച്ചിട്ടുള്ള 2 പോംസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തത്. ദേ ആർ വെൻ ലൈലാക്സ് ലാസ്റ്റ് ഇൻ ദി ഡോറിയാർഡ് ബ്ലൂംഡ് ആൻഡ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.